ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ +1 കെമിസ്ട്രിയിലെ റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിലെ ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ +1 കെമിസ്ട്രിയിലെ റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിലെ ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ എന്നൊരു ഭാഗമാണ്. അപ്പോൾ അതിലെ രണ്ട് ടൈപ്പ് ഓഫ് ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ഉണ്ട്. ഫസ്റ്റ് മെത്തേഡ് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡാണ്. സെക്കൻഡ് വൺ ഹാഫ് റിയാക്ഷൻ മെത്തേഡ് അഥവാ അയൺ ഇലക്ട്രോൺ മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡിൽ എങ്ങനെയാണ് ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ചെയ്യുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടൻറ്റും എന്നാൽ കൺഫ്യൂസിങ് ആയിട്ടുള്ളതും എന്നാൽ പഠിച്ചു കഴിഞ്ഞാൽ നല്ലവണ്ണം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണിത്. അപ്പോൾ തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ കാണുക. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉള്ള ഒരു പോർഷനാണിത്. അപ്പോൾ ഞാനൊരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് ഇത് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോ അവസാനം വരെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണിത് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഞാനിവിടെ ഒരു റിയാക്ഷൻ അതുപോലെ ഒരു ക്വസ്റ്റ്യന് തന്നിട്ടുള്ള റിയാക്ഷൻ അതുപോലെ എഴുതുവാണ്. ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡാണ്. ഓക്കെ, ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്. അതിലൊരു ക്വസ്റ്റ്യൻ വെച്ച് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഈ ഒരു റിയാക്ഷനാണ്. MnO4 മൈനസ് പ്ലസ് Br മൈനസ് Mn gives MnO2 പ്ലസ് BrO3 മൈനസ് ബ്രാക്കറ്റിൽ ബേസിക് മീഡിയം എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ബേസിക് മീഡിയത്തിലാണ് ഈ ഒരു റിയാക്ഷൻ തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് നമ്മളിനി ബാലൻസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ കുറേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ തന്നിട്ടുള്ള റിയാക്ഷൻ അതേപോലെ എഴുതി വെക്കുക. സ്കെലിറ്റൽ റിയാക്ഷൻ തന്നിട്ടുള്ള റിയാക്ഷൻ അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏത് റിയാക്ഷനാണോ തന്നിട്ടുള്ളത് ആ റിയാക്ഷൻ അതേപടി ആൻസർ ഷീറ്റിലേക്ക് ആദ്യം എഴുതുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് അപ്പോൾ അങ്ങനെ തന്നെ എഴുതാം. ഫസ്റ്റ് സ്റ്റെപ്പ് MnO4 മൈനസ് പ്ലസ് Br മൈനസ് ഗീവ്സ് MnO2 പ്ലസ് BrO3 മൈനസ്. ആ ഇക്വേഷൻ അതേപോലെ തന്നെ ആ ഒരു റിയാക്ഷൻ അതുപോലെ തന്നെ എഴുതി വെക്കുക. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നതും ഈ റിയാക്ഷൻ അതുപോലെ തന്നെ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഈ തന്നിട്ടുള്ള റിയാക്ഷൻ അതുപോലെ എഴുതുക എന്നുള്ളതാണ്. പക്ഷേ ഇതിലാണ് നമ്മളിനി ബാലൻസ് ചെയ്യാൻ പോകുന്നത്. സോ ഇക്വേഷൻ അതുപോലെ ഈ ഒരു റിയാക്ഷൻ അതുപോലെ തന്നെ ഒന്നും കൂടെ എടുത്ത് എഴുതുക. MnO4 മൈനസ് പ്ലസ് Br മൈനസ് ഗീവ്സ് MnO2 പ്ലസ് BrO3 മൈനസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പിൽ അതായത് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ സ്കെലിറ്റൻ റിയാക്ഷൻ അതുപോലെ തന്നെ എഴുതുക, തന്നിട്ടുള്ള റിയാക്ഷൻ അതുപോലെ തന്നെ എഴുതുക. സെക്കൻഡ് സ്റ്റെപ്പിൽ ആ റിയാക്ഷൻ ഒന്നും കൂടെ എടുത്ത് എഴുതുക. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട 3 കാര്യം, ഇവിടെയാണ് നമ്മൾ ബാലൻസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങൾ. ഫസ്റ്റ് വൺ, അസൈൻ ഓക്സിഡേഷൻ നമ്പർ. തന്നിട്ടുള്ള റിയാക്ഷൻ്റെ രണ്ട് സൈഡിലും അതായത് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഉള്ള കമ്പൗണ്ട്സിൻ്റെ അല്ലെങ്കിൽ എലമെൻസിൻ്റെ ഓക്സിഡേഷൻ നമ്പർ അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. സെക്കൻഡ് വൺ, കാൽക്കുലേറ്റ് ദ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഇൻ ഓക്സിഡേഷൻ നമ്പർ. രണ്ട് സൈഡിലെയും ഓക്സിഡേഷൻ നമ്പറിലുണ്ടായ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും കാൽക്കുലേറ്റ് ചെയ്യുക. തേർഡ് വൺ, മേക്ക് ദം ഈക്വൽ. അതായത് എവിടെയെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും, അതുകൊണ്ടാണല്ലോ ബാലൻസ് ചെയ്യാൻ തരുന്നത്. സോ ഇത് നമ്മൾ ഈക്വൽ ആക്കുക എന്നുള്ള ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുക, ദെൻ എവിടെയാണ് ഇൻക്രീസ് ചെയ്ത് ഡിക്രീസ് ചെയ്തതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, ദെൻ അവ ഈക്വൽ ആക്കുക. ഈ 3 കാര്യങ്ങൾ സെക്കൻഡ് സ്റ്റെപ്പിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ തന്നെ ചെയ്യാം. സെക്കൻഡ് സ്റ്റെപ്പിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ തന്നെ ചെയ്യാം. നോക്കുക, Mnൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടില്ല. സോ നമുക്ക് തന്നിട്ടില്ലാത്ത വാല്യൂ നമ്മൾ എപ്പോഴും എന്തായിട്ടാണ് എടുക്കുക? X എന്നാണ് എടുക്കുക. ഓക്കെ, X എന്നെടുത്തു. ഇനി O4 മൈനസ് ആണ്. നമുക്കറിയാം O2ൻ്റെ
ഓക്സിഡേഷൻ നമ്പർ -2 ആണ് നമുക്കറിയാം. സോ ഇവിടെ 4 ഓക്സിജൻ ആണുള്ളത്. അപ്പോൾ 4 ഇൻറ്റു 2 ചെയ്യുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 4 ഓക്സിജൻ 4 മൈനസ് ആണ്. സോ ഓക്സിജൻ്റെ -2 ആയതുകൊണ്ട് 2 ഇൻറ്റു 4 8. ഓക്കെ, അപ്പോൾ -8 ആണ്. വെറും 8 അല്ല, -8. ഇതിൻ്റെ ചാർജ് മൈനസ് ആണ്. സോ -8. മനസ്സിലായില്ലേ? അതായത് mn നമുക്ക് അറിഞ്ഞുകൂടാ, അവിടെ തന്നിട്ടില്ല ചാർജ്. സോ നമ്മൾ x ആക്കി എടുത്തു. ഇനി ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ആണ്. മൈനസ് എന്ന് പറയുന്നത് -1 ആണ്. സോ ഇപ്പോൾ നമുക്കിവിടെ O4 എന്നത് തന്നിട്ടുണ്ട്. O2ൻ്റെ ഓടെ നമുക്കറിയാം ഓക്സിഡേഷൻ നമ്പർ എന്നത് O2 ആണ്. സോ നമുക്ക് ഇവിടെ 4 ഓക്സിജൻ ആയതുകൊണ്ട് 4 ഇൻറ്റു 2 8. അപ്പോൾ നമുക്ക് x -8 എന്ന് ഇവിടെ എഴുതി. ഇനി ഇവിടെ നോക്കുക, BRൻ്റെത് നമുക്ക് അറിയാം മൈനസ് തന്നിട്ടുള്ളത് -1 ആണ്. -1 ഒന്നും തരില്ല. സോ BR മൈനസ് തന്നു കഴിഞ്ഞാൽ -1 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കേണ്ട കാര്യം, ഇവിടെ ശ്രദ്ധിക്കുക, x -8 എഴുതി. അതിനുശേഷം ഈക്വൽറ്റി ഇട്ടിട്ട് ഈ കമ്പൗണ്ടിൻ്റെ മൊത്തം വാല്യൂ എഴുതുക. ഈ കമ്പൗണ്ടിൻ്റെ മൊത്തം വാല്യൂ ഞാൻ പറഞ്ഞു O4 മൈനസ് ആണ്. O4 മൈനസ്, അതായത് MnO4 മൈനസ്. ഈ ഒരു മുഴുവൻ കോമ്പൗണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. മൈനസ് ഇട്ട് കഴിഞ്ഞാൽ -1 ആണ്. അപ്പോൾ MnO4ൻ്റെ മുഴുവൻ വാല്യൂ എന്ന് പറയുന്നത് -1 ആണ്. അപ്പോൾ നമുക്കിവിടെ -1 എന്ന് ഇട്ട് കൊടുക്കണം. ഇത് ഇത്രയും ഇതിൻ്റെയാണ്. ഇനി BRൻ്റെ നോക്കാം. BRൻ്റെത് -1 ആണ്. അപ്പം BR ഒരു കമ്പൗണ്ട് അല്ല, ഒരു എലമെൻ്ററി സ്റ്റേറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ BRൻ്റെത് -1 ആണ്. അപ്പോൾ നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലെല്ലാം നോക്കിക്കഴിഞ്ഞു. ഓക്കെ, ലെഫ്റ്റ് സൈഡിലെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി റൈറ്റ് സൈഡിൽ നോക്കാം. mn നമുക്ക് തന്നിട്ടില്ല. മനസ്സിലായോ? BR ഈ MnO4ൻ്റെയാണ് ഇത്രയും ചെയ്ത് വെച്ചിട്ടുള്ളത്. mn x ആക്കി എടുത്തു. O4 O2 എന്നത് ഓയുടെ അതായത് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്നത് O2 ആണ്. സോ O4 ആണ്. 4 ഓക്സിജൻ ഉള്ളതുകൊണ്ട് 4 ഇൻറ്റു 2 8 ഈക്വൽ ടു ഈ കമ്പൗണ്ടിൻ്റെ മുഴുവൻ ചാർജ് എന്ന് പറയുന്നത് -1 ആണ്. സോ -1. BRൻ്റെത് മൈനസ് ഇട്ടേക്കുന്നത് -1 ആണ്. സോ ഇനി ലെഫ്റ്റ് സൈഡിൽ കഴിഞ്ഞു. ഇനി റൈറ്റ് സൈഡിൽ നോക്കാം. mn നമുക്ക് അറിയില്ല. അപ്പോൾ സോ അതും x എന്ന് കൊടുത്തു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം O2 ആണ്. 2 ഓക്സിജൻ ഉണ്ട്. നമുക്കറിയാം ഓയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 2 4. അപ്പോൾ നമുക്ക് 2 ഇൻറ്റു 2 -2 ആണ് ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സോ നമുക്ക് -4 എന്നിട്ട് കൊടുക്കാം. 4 ഇൻറ്റു 2 എന്ന് പറയുന്നത് 4. അപ്പോൾ -4. ഇനി നോക്കുക, BRൻ്റെ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ BR നമുക്ക് x എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി O3 എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓയിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 3 6 ആണ്. അത് മൈനസ് ആണ്, -6. ഓക്കെ, -6. ഇനി കോമ്പൗണ്ട്, അതായത് BrO3 മൈനസ് എന്ന് പറയുന്നത് ഈ ഒരു കോമ്പൗണ്ടിൻ്റെ മുഴുവൻ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? ചാർജ് എന്ന് പറയുന്നത് -1 ആണ്. മൈനസ് എന്ന് കൊടുത്തിട്ടുണ്ട്. സോ -1. അപ്പോൾ ഈക്വൽ ടു -1 എന്ന് കൊടുക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി ചെയ്യേണ്ട കാര്യം, നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്സിഡേഷൻ നമ്പർ നമ്മൾ അസൈൻ ചെയ്തു. ഇനി കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ x = മൈനസ്, അതായത് ഈ -1 ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ -1, ഈ -8 ഇങ്ങോട്ട് പോകുമ്പോൾ +8 ഈക്വൽ ടു +7. അതായത് മൈനസും പ്ലസും ആണ്. മൈനസും പ്ലസും ഒന്ന് എന്ത് ചെയ്യണം? മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ ചിഹ്നം ഇട്ട് കൊടുക്കണം. മൈനസ് ചെയ്യുമ്പോൾ 7 എന്ന് കിട്ടും. വലുത് 8 ആണ്. 8ൻ്റെ ചിഹ്നം പ്ലസ് ആണ്. സോ +7. ഓക്കെ, ഇനി ഇപ്പുറത്ത് ശ്രദ്ധിക്കുക, x -4 ആയിരുന്നു. അപ്പോൾ നമുക്ക് x -4 ഇവിടെ ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. അതായത് ഈ കമ്പൗണ്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. നമുക്കിവിടെ തന്നിട്ടില്ല, വാല്യൂ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ MnO2 ശ്രദ്ധിക്കണം. MnO2 എന്ന് പറയുന്ന ഈ ഒരു കമ്പൗണ്ടിൻ്റെ വാല്യൂ ഞാനിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. വാല്യൂ ഇവിടെ തന്നിട്ടില്ല എന്ന് വെച്ച് വാല്യൂ എഴുതാണ്ടിരിക്കരുത്. MnO2 എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഇവിടെ ഒന്നും തന്നിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അത് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് x ഈക്വൽ ടു -4, x ഈക്വൽ ടു, അതായത് x -4 ആണ്. x -4 ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ എടുക്കാം? എക്സിനെ വാല്യൂ കണ്ടുപിടിക്കുമ്പം ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും? -4, 0 പിന്നെ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. -4 എന്താവും? +4 ആവും. അപ്പം എക്സിൻ്റെ വാല്യൂ എത്രയാണ്? +4. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ കോമ്പൗണ്ടിന് വാല്യൂ തന്നിട്ടില്ല എങ്കിൽ അത് 0 ആക്കി എടുക്കണം. ഓക്കെ, ഞാനത് ആദ്യം എഴുതാൻ വിട്ടുപോയതാണ്. അപ്പോൾ 0 ആക്കി എടുക്കുക. ഇനി നെക്സ്റ്റ് BRൻ്റെ നോക്കാം. ബ്രോമിൻ്റെ നമുക്ക് ഒരു വാല്യൂ എടുക്കണം. ഇവിടെ എത്രയാണ്? BR തന്നിട്ടില്ല, x ആണ്. സോ നമുക്ക്
എക്സ് മൈനസ് 6 ഇസ് ഈക്വൽ ടു -1 ആണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ കണ്ടിരിക്കുമ്പോൾ എക്സ് ഈക്വൽ ടു ഈ -1 ഇങ്ങോട്ട് കൊണ്ടുവരിക, -1 ഈ +6 ഇങ്ങോട്ട് പോകുമ്പോൾ +6 -6 ഇങ്ങോട്ട് പോകുമ്പോൾ +6. ഓക്കെ, ഇനി എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ എക്സ് ഈക്വൽ ടു മൈനസും പ്ലസും ആണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ മൈനസ് ചെയ്തിട്ട് വലുതിൻ്റെ ചിഹ്നം കൊടുക്കുക. മൈനസ് ചെയ്യുമ്പോൾ 5, വലുതിൻ്റെ ചിഹ്നം പ്ലസ്, അപ്പോൾ +5. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടി. മനസ്സിലായില്ലേ? ഇത്രയും ഭാഗം ചെയ്യുക. ഈ സെക്കൻഡ് സ്റ്റെപ്പ് ചെയ്തു കഴിഞ്ഞു. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ നിന്ന് എക്സിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. ഇവിടെ എമ്മിൻ്റെ അതായത് മാംഗനീസിൻ്റെ വാല്യൂ +7 ആണ്. എക്സിൻ്റെ എല്ലാം വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടുത്തെ എമ്മിൻ്റെ വാല്യൂ എത്രയായിരുന്നു? +4 ആണ്. +4 ആണ്. ഇവിടെ ബി ആറിൻ്റെ വാല്യൂ, ബ്രോമിൻ്റെ വാല്യൂ +5 ആണ്. ഇത്ര എക്സ് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എമ്മിൻ്റെ ഇവിടുത്തെ വാല്യൂ എന്ന് പറഞ്ഞാൽ +7 ആണ്. ഇവിടെ എത്തിയപ്പോൾ +4 ആയി, അതായത് ഡിക്രീസ് ആയി, വാല്യൂ ഡിക്രീസ് ആയി. മനസ്സിലാകുന്നുണ്ട്? എമ്മിൻ്റെ ഇവിടുത്തെ വാല്യൂ +7 നിന്ന് +4 ആയിട്ട് ഡിക്രീസ്ഡ് ആയി. ഇവിടെ ബ്രോമിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ മൈനസ് ആണ് കൊടുത്തിട്ടുള്ളത്, -1 ആണ്. ഓക്കെ, ഇവിടെ -1 എന്ന് എഴുതിയേക്കാം. -1 ആണ് ബ്രോമിൻ്റെ വാല്യൂ. ഈ -1 നിന്നും ബ്രോമിൻ എന്തായിട്ട് മാറി? ഇവിടെ എത്തിയപ്പോൾ +5 ആയിട്ട് മാറി. അതായത് വാല്യൂ അവിടെ ബ്രോമിൻ്റെത് ഇൻക്രീസ് ആണ്, ബി ആറിൻ്റെ വാല്യൂ ഇൻക്രീസ് ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിത് ഒന്നും കൂടെ എഴുതിയിട്ട് നോക്കാം. അതായത് MnO4 plus MnO4 minus plus Br minus gives MnO2 plus BrO3 മൈനസ്. അപ്പോൾ നമുക്ക് ഈ എക്സിൻ്റെ ഒക്കെ വാല്യൂ ഇപ്പോൾ കിട്ടിയിട്ട് കൊടുക്കാം. +7 +4 +5. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എന്തൊക്കെയാണ് ചേഞ്ച് വന്നിട്ടുള്ളത്? 7ൽ നിന്ന് 4 ആയി. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ വരെ വരച്ചു കൊടുക്കാം. 7ൽ നിന്ന് മാംഗനീസിൻ്റെ 4 വരെ. ഓക്കെ, 7ൽ നിന്ന് മാംഗനീസ് 4 ആയി. ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? 7ൽ നിന്ന് 4 ആയി കുറഞ്ഞപ്പോൾ അവിടെ വ്യത്യാസം എന്താണ്? 3 വാല്യൂ ഡിക്രീസ്ഡ് ആയി. 3 വാല്യൂ ഡിക്രീസ്ഡ് ആയി അല്ലേ? 3 വാല്യൂ മാംഗനീസിൻ്റെ ഡിക്രീസ്ഡ് ആയി. ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് എത്തിയപ്പോൾ മാംഗനീസിൻ്റെ വാല്യൂ 4 വാല്യൂ ഡിക്രീസ്ഡ് ആയി. ഇനി ബ്രോമിൻ്റെ നോക്കാം. ബ്രോമിൻ്റെത് -1 ആണ്. ബ്രോമിൻ്റെത് -1 നമ്മൾ കണ്ടുപിടിച്ചു. ബ്രോമിൻ്റെത് ഈ മൈനസ് എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ ഈ ബ്രോമിൻ ഇവിടെ എത്തിയപ്പോൾ, ഇവിടെ നിന്ന് ഇവിടെ വരെ വരച്ചു കൊടുക്കുക. ഈ ബ്രോമിൻ ഇവിടെ വരെ എത്തിയപ്പോൾ ഇവിടുത്തെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എക്സിൻ്റെ വാല്യൂ എത്രയായിരുന്നു? ബ്രോമിൻ്റെ വാല്യൂ +5 ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, -1ൽ നിന്നും +5ലേക്ക്, -1ൽ നിന്നും +5ലേക്ക് എത്രയുണ്ട് വ്യത്യാസം? -1 0 1 2 3 4 5. അപ്പോൾ 6 ആണ്. അതെന്താണ് ചെയ്തിട്ടുള്ളത്? ഡിക്രീസ്ഡ് അല്ല, ഇൻക്രീസ് ആണ് ചെയ്തിട്ടുള്ളത്. 6 വാല്യൂ ഇൻക്രീസ് ആണ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? 6 വാല്യൂ ബ്രോമിൻ്റെത് ഇൻക്രീസ് ആണ് ചെയ്തിട്ടുള്ളത്. തെറ്റിപ്പോരുത്. ബ്രോമിൻ്റെത് ഇൻക്രീസ് ആണ്. 6 വാല്യൂ -1 to +5 എന്ന് പറയുമ്പോൾ 6 വാല്യൂ ഇൻക്രീസ്ഡ് ആയി. ഇവിടെ മാംഗനീസിൻ്റെത് +7ൽ നിന്നും +4 ആയപ്പോൾ 3 വാല്യൂസ് ഡിക്രീസ്ഡ് ആയി. ഇനി എന്ത് ചെയ്യണം? ഒരു സൈഡ് 3ഉം ഒരു സൈഡും 6ഉം ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഡിക്രീസ്ഡ് ആയിട്ടുള്ള സൈഡിൽ ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ ഈക്വൽ ആക്കണം. ഈക്വൽ ആക്കാൻ എന്ത് ചെയ്താൽ മതി? 3ഉം 6ഉം ആണ്. ഈക്വൽ ആക്കാൻ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അതായത് ഈ ഭാഗത്ത് 2 കൊണ്ട്, തുടങ്ങിയ ഭാഗത്ത് നിന്ന് ഇവിടെ വരെയുള്ള ഭാഗത്ത് 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി. അപ്പോൾ നോക്കുക, 2 കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ഈ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടെ എഴുതണം. അതാണ് സ്റ്റെപ്പ് 3ൽ എഴുതേണ്ടത്. നമുക്ക് പറഞ്ഞു ഈക്വൽ ആക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈക്വൽ ആക്കാൻ വേണ്ടി നമ്മൾ എഴുതുവാണ്. എങ്ങനെയാണ് ഈക്വൽ ആക്കേണ്ടത്? 2 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ കോമ്പൗണ്ടിൻ്റെ ഫ്രണ്ടിൽ എല്ലാം 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ എങ്ങനെ എഴുതണം? 2MnO4 മൈനസ്, അതായത് ഇവിടെ ഇട്ട് കൊടുക്കണം, അതുപോലെ തന്നെ ഇവിടെ ഇട്ട് കൊടുക്കണം, പ്ലസ് Br മൈനസ് ഗീവ്സ് 2MnO2 പ്ലസ് BrO3 മൈനസ്. ഓക്കെ, അപ്പോൾ നമ്മളത് 2 ഇട്ട് കൊടുത്തു. മൾട്ടിപ്പിൾ ചെയ്യാൻ വേണ്ടി 2 ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും ഈക്വൽ ആണോ ഓക്സിഡേഷൻ നമ്പർ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. ഈ 2 സൈഡിലെയും ഇപ്പം നമ്മൾ 2 ഇട്ട് കൊടുത്തു ഈക്വൽ ആക്കാൻ വേണ്ടി, പക്ഷേ 2 സൈഡിൽ ഈക്വൽ അല്ല. അപ്പോൾ നമുക്ക് അത് കൂട്ടി നോക്കാം. ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും കൂട്ടി നോക്കണം. ലെഫ്റ്റ് സൈഡിലെ കൂട്ടി നോക്കാം. ഫസ്റ്റ് ഇവിടെ നോക്കുക, 2MnO4 ആണ് അല്ലേ?
2MnO4 ആണ് ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ 2MnO4ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. 2MnO4ൻ്റെ വാല്യൂ എത്രയാണ്? -2 ആണ് അല്ലേ? നോക്കിക്കേ, മൈനസ് ആണ്. അപ്പം 2MnO4ൻ്റെ മൊത്തത്തിലുള്ള വാല്യൂ എന്ന് പറയുന്നത് -2 ആണ്. -2 ആണ്. ഇതിന് മൊത്തം വാല്യൂ എത്രയാണ്? മൈനസ് ആണ്, -2 ആണ്. ഇവിടെ നോക്കുക, ബ്രോമിൻ്റെ വാല്യൂ എത്രയാണ്? ബ്രോമിൻ്റെ വാല്യൂ -1 ആണ്. ഇത് മൈനസ് ഇട്ട് കഴിഞ്ഞാൽ -1 ആണ്. അപ്പോൾ അതും ആഡ് ചെയ്യണം, -1. ഓക്കെ, ഇനി ഈ സൈഡിൽ വാല്യൂസ് ഒന്നും ഇല്ലല്ലോ. ഈ സൈഡിൽ വാല്യൂസ് ഒന്നുമില്ല. അതായത് ഈ ഒരു കോമ്പൗണ്ടിന് ഇവിടെ വാല്യൂ ഒന്നും തന്നിട്ടില്ല. സോ ഇവിടെ വാല്യൂ തന്നിട്ടുള്ള വാല്യൂസ് ഉള്ളതിന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. മീൻസ് ചാർജ് ഉള്ളതിന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. BrO3 ഉണ്ട് ഇവിടെ മൈനസ് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് -1 ആണ്. ഇവിടെ 2MnO2ന് വാല്യൂ ഇല്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. BrO3ക്ക് -1 ഉണ്ട്. സോ -1. അപ്പോൾ നോക്കുക, ലെഫ്റ്റ് സൈഡിൽ -2 ഉണ്ട്, -1 ഉണ്ട്. റൈറ്റ് സൈഡിൽ -1 മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മാത്രം വാല്യൂ -1 മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിനെ ആഡ് ചെയ്യണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. ആഡ് ചെയ്യുമ്പം ഇവിടെ എത്ര വരും? -3 എന്ന് വരും. ഇവിടെ -1 തന്നെ വരും. ഇവിടെ -3യും ഇവിടെ -1. ഇവിടെ -2ഉം -1ഉം പ്ലസ് എന്ന് എഴുതണ്ട. ഇവിടെ പ്ലസ് ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസും -2ഉം -1ഉം കൂടെ നോക്കുമ്പോൾ എത്ര വരും? -3 എന്ന് വരും. ഇവിടെ -1 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഈക്വൽ ആണോ? അല്ല, ഈക്വൽ അല്ല. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലെയും ഈ ഒരു റിയാക്ഷൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓക്സിഡേഷൻ നമ്പർ ഈക്വൽ അല്ല. സോ നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഈക്വൽ ആക്കണം. ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഒന്നുകിൽ H+ അയോൺസിനെയോ അല്ലെങ്കിൽ OH അയോൺസിനെയോ നമുക്ക് ആഡ് ചെയ്യാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, H+ ആണോ OH ആണോ ഒരു റിയാക്ഷനിൽ ആഡ് ചെയ്യേണ്ടത് എന്നൊരു കൺഫ്യൂഷൻ ഈ തേർഡ് സ്റ്റേജിൽ വരും. ഇത്രയും നമ്മൾ കണ്ടുപിടിച്ചു, ഓക്സിഡേഷൻ നമ്പർ ഈക്വൽ അല്ല എന്ന് കണ്ടുപിടിച്ച്. ഇനി ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ H+നെയോ അല്ലെങ്കിൽ OH- ആഡ് ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ ഓൾറെഡി തന്നിട്ടുണ്ട്, ബേസിക് നേച്ചർ ആണെന്ന് തന്നിട്ടുണ്ട്. ബേസിക് നേച്ചർ ആണെങ്കിൽ OHഉം ആസിഡ് നേച്ചർ ആണെങ്കിൽ H+ഉമാണ് ആഡ് ചെയ്യേണ്ടത്. ശ്രദ്ധിക്കുക, ബേസിക് നേച്ചർ ആണെങ്കിൽ ഈ തേർഡ് സ്റ്റേജ് ആകുമ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഈക്വൽ ചെയ്യാൻ OH- ആഡ് ചെയ്യണം. ഇനി ആസിഡ് നേച്ചർ ആണെങ്കിൽ H+ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ എന്താണ് ആഡ് ചെയ്യേണ്ടത്? OH- ആണ് ആഡ് ചെയ്യേണ്ടത്. ഇത് ബേസിക് നേച്ചർ ആണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, എവിടെയാണ് ഈ OH- ആഡ് ചെയ്യേണ്ടത്? എവിടെയാണോ മൈനസ് കുറവ് അവിടെയാണ് OH- ആഡ് ചെയ്യേണ്ടത്. എവിടെയാണ് കുറവ്? ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിലാണ് കുറവ്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഇതിൻ്റെ കൂടെയല്ല, -3യുടെ കൂടെയല്ല കൂട്ടേണ്ടത്. എവിടെയാണോ കുറവ്, ചിലപ്പോൾ ഇവിടെ ആയിരിക്കാം, ചിലപ്പോൾ ഇവിടെ ആയിരിക്കും. എവിടെയാണോ മൈനസ് കുറവ് വരുന്നത് അവിടെയാണ് എന്ത് ചെയ്യേണ്ടത്? ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ OH- ആഡ് ചെയ്യേണ്ടത്. ബേസിക് നേച്ചർ ആയതുകൊണ്ട് തന്നെ OH- ആഡ് ചെയ്യേണ്ടത്. എവിടെയാണോ കുറവ് അവിടെയാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കുറവ്? ഇവിടെ നോക്കുക, വേരിയേഷൻ നോക്കുക. -1ൻ്റെ കൂടെ -2 കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് -3 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഈ മൈനസ് ആണ് എന്താക്കേണ്ടത്? ഇനി -3ക്ക് ഈക്വൽ ആക്കേണ്ടത്. അത് എന്ത് കൂട്ടിയാൽ കിട്ടും? -2 കൂട്ടിയാൽ, ഈ -1ൻ്റെ കൂടെ -2 കൂട്ടിയാൽ ഈ -3ക്ക്, അതായത് ലെഫ്റ്റ് സൈഡിലെ -3ക്ക് ഈക്വൽ ആവും റൈറ്റ് സൈഡും അല്ലേ? അപ്പോൾ നമുക്ക് ഇനി എവിടെയാണ് ആഡ് ചെയ്യേണ്ടത്? റൈറ്റ് സൈഡിലാണ് എന്താ ആഡ് ചെയ്യേണ്ടത്? 2 ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ? -2 ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പം 2OH- ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ? 2 ആണ് വേണ്ടത്, 3 ആണ് ആവേണ്ടത് വാല്യൂ. സോ ഇതിൻ്റെ കൂടെ -2 കൂട്ടണം. അതുകൊണ്ട് തന്നെ നമ്മൾ OH- ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ എത്ര OH- ആഡ് ചെയ്യണം? 2OH- ആഡ് ചെയ്യണം. 2OH- ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, 2OH- ആഡ് ചെയ്യാം. ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. 2MnO4- plus Br- gives 2MnO2 plus BrO3 മൈനസ് പ്ലസ് എത്ര ആഡ് ചെയ്ത് കൊടുക്കണം? OH 2OH- ആഡ് ചെയ്ത് കൊടുക്കണം. രണ്ടെണ്ണമാണ് ഇവിടെ വേരിയേഷൻ ഉള്ളത് അല്ലെങ്കിൽ വ്യത്യാസമുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കണം? 2OH- ആഡ് ചെയ്ത് കൊടുക്കണം. 2OH- ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇത്രയും ചെയ്തതിന് ശേഷം ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട് അല്ലേ? അപ്പോൾ ഇനി ഹൈഡ്രജൻ്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം? അതായത് ഈക്വൽ ആക്കണം. ഹൈഡ്രജനെ കൂടി ഈക്വൽ ആക്കണം. അപ്പം ഈ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ
വാല്യൂ നമ്പർ രണ്ട് സൈഡിലും ഈക്വൽ ആക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇത് ബാലൻസിങ് ആക്കി മാറ്റാൻ പറ്റുള്ളൂ. ഇത്രയും ചെയ്തതിന് ശേഷം അതായത് എച്ച് പ്ലസ് അയൺസ് അല്ലെങ്കിൽ OH മൈനസ് അയൺസ് ആഡ് ചെയ്തതിന് ശേഷം പിന്നെ ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഹൈഡ്രജൻ്റെ വാല്യൂ രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഈക്വൽ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ്റെ വാല്യൂ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ്രജനെ ഡയറക്റ്റ് ആഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്, H2O ആഡ് ചെയ്യുകയാണ്. അതായത് മേക്ക് ദ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം ഈസ് ഈക്വൽ ഓൺ ദ ബോത്ത് സൈഡ് ഓഫ് ദ കെമിക്കൽ റിയാക്ഷൻ ബൈ ആഡിങ് H2O ആഡ് ചെയ്തിട്ടാണ് ഹൈഡ്രജൻ്റെ വാല്യൂ നമുക്ക് ഈക്വൽ ആക്കേണ്ടത്, ഹൈഡ്രജൻ്റെ വാല്യൂ ഈക്വൽ ആക്കി കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഹൈഡ്രജൻ്റെ വാല്യൂ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓൾറെഡി നമുക്കിവിടെ എന്തുണ്ട്, ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ എന്തുണ്ട്, 2OH മൈനസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ എന്തുണ്ട്, ഹൈഡ്രജൻ്റെ വാല്യൂ ഹൈഡ്രജൻ ഉണ്ട്. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡിലാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഏത്, നേരെ തിരിഞ്ഞും വരും കേട്ടോ. ഇവിടെയാണ് 2OH മൈനസ് ആഡ് ചെയ്യുന്നതിനനുസരിച്ചിരിക്കും. ഇവിടെ നമ്മൾ റൈറ്റ് സൈഡിലാണ് OH മൈനസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നോക്കുക, ഈ ഒരു റിയാക്ഷൻ്റെ റൈറ്റ് സൈഡിലാണ് 2OH മൈനസ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ഇനി എവിടെയാണ് ഹൈഡ്രജൻ്റെ ലെവൽ ഈക്വൽ ആക്കേണ്ടത്, ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ നമുക്ക് അവിടെ H2O ആണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ H2O ആഡ് ചെയ്യാൻ വേണ്ടി ഈ റിയാക്ഷൻ ഒന്നുകൂടെ എഴുതാണ്, 2MnO4 മൈനസ്, വേറെ ഒന്നും ചെയ്യരുത്, ലെഫ്റ്റ് സൈഡിൽ ഇവിടെ ഹൈഡ്രജൻ്റെ വാല്യൂ ഈക്വൽ ആക്കാൻ വേണ്ടി H2O ആഡ് ചെയ്ത് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ 2MnO4 പ്ലസ് Br മൈനസ് പ്ലസ് എന്ത് ചെയ്യണം, H2O ആഡ് ചെയ്യണം. H2O ആഡ് ചെയ്ത് കൊടുത്തു, ഗീവ് 2MnO2 പ്ലസ് BrO3 മൈനസ് പ്ലസ് 2OH മൈനസ്. ഓക്കെ, അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, എന്ത് ചെയ്തു കൊടുത്തു, ഹൈഡ്രജൻ്റെ അളവ് ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഓൾറെഡി ഹൈഡ്രജൻ 2OH മൈനസ് ഉള്ളത് കൊണ്ട് ഇവിടെ നമ്മൾ H2O ആഡ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഹൈഡ്രജൻ ഇവിടെയും രണ്ടായി, ഇവിടെയും രണ്ടുണ്ട് ഹൈഡ്രജൻ. അപ്പോൾ ഹൈഡ്രജൻ്റെ അളവ് നമുക്ക് ഈക്വൽ ആക്കി കൊടുക്കാൻ പറ്റി. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഭാഗത്ത് എവിടെയും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഓക്സിജൻ്റെ വാല്യൂ ഈക്വൽ ആണെന്ന് ശ്രദ്ധിച്ചിട്ടില്ല. ഹൈഡ്രജൻ്റെ വാല്യൂ നമ്മൾ ഈക്വൽ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, H2O ആഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓക്സിജൻ്റെ വാല്യൂ ഈക്വൽ ആണെന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഓക്സിജൻ്റെ വാല്യൂ നമ്മൾ കൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഈക്വൽ ആണെങ്കിൽ നമ്മൾ ഈ ചെയ്ത റിയാക്ഷൻ ബാലൻസ് ചെയ്തത് കറക്റ്റാണ്. ഓക്കെ, നമ്മൾ ചെയ്ത ഈ റിയാക്ഷൻ ബാലൻസ് ചെയ്ത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഓക്സിജൻ്റെ വാല്യൂവും കൂടെ ഈക്വൽ ആണോ എന്നൊന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കുക, 2MnO4 എത്ര ഓക്സിജൻ ഉണ്ട്, 2MnO4 2 ആണ്. അപ്പോൾ ഇത് 2 × O4 ആണ്. അപ്പോൾ ഇവിടെ 8 ഓക്സിജൻ ഉണ്ട് അല്ലേ, ഇവിടെ 8 ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ 8 ഉണ്ട്. പിന്നെ ഇവിടെ ഇല്ലല്ലോ, പിന്നെ ഇവിടെ ഉള്ളത് H2Oയിലാണ്. H2Oയിൽ എത്ര ഓക്സിജൻ ഉണ്ട്, H2Oയിൽ OA ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട്, ഓരോ ഓക്സിജൻ ഉണ്ട്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്, 8, ഇവിടെ 1. അപ്പോൾ അങ്ങനെ ഇവിടെ 9 ഓക്സിജൻ ഉണ്ട് അല്ലേ. ഇവിടെ മൊത്തത്തിൽ 8 ഉണ്ട്, 8 ഓക്സിജൻ ഉണ്ട്. അതായത് 2 × 4 8 ഓക്സിജൻ. ഇവിടെ ഒരു ഓക്സിജനും കൂടി ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഇവിടെ എത്രയുണ്ട്, 9 ഓക്സിജൻ ഉണ്ട്. ഇനി റൈറ്റ് സൈഡിൽ നോക്കാം, ഇവിടെ 2MnO2 പിന്നെ ഇവിടെ BrO3 പിന്നെ 2OH മൈനസിലും ഓക്സിജൻ ഉണ്ട്. അപ്പോൾ 2 × 2 4 പ്ലസ് 3 7 പ്ലസ് 2 9 അല്ലേ. അതായത് ഇവിടെ 4 ഉണ്ട്, ഇതിൽ 4 ഉണ്ട്, പ്ലസ് ഇവിടെ 3 ഉണ്ട്, പ്ലസ് 2 എത്രയുണ്ട്, ഇവിടെയും 9 ഉണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിലും ഒരുപോലെ തന്നെ എന്തുണ്ട്, ഓക്സിജൻ്റെ അളവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് ബാലൻസ് ചെയ്തത് കറക്റ്റ് ആണെന്ന് കാണാൻ പറ്റും. അപ്പോൾ ഓക്സിജൻ്റെ വാല്യൂ കറക്റ്റ് ആണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇത് മുഴുവൻ പ്ലസ് ചെയ്ത് നോക്കിയാൽ മതി. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും കറക്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓക്സിജൻ്റെ അളവ് കൃത്യമാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഈ ഒരു റിയാക്ഷൻ
കറക്റ്റ് ആണെന്ന് നമുക്ക് അനുമാനിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും ഒരു ഭാഗത്തിലേക്ക് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പോർഷൻ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതുപോലെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.